തിരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാർട്ടികൾ ചില പൊടിക്കൈ ഇറക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വയനാട്ടിൽ BJP പയറ്റുന്നത് ഒരല്പം കടന്ന കൈയാണ്. സുൽത്താൻ ബത്തേരിയുടെ പേരിനെ ചൊല്ലിയാണ് പൊല്ലാപ്പുണ്ടാക്കുന്നത്. ഗണപതി വട്ടം എന്നാക്കണമെന്നതാണ് കെ സുരേന്ദ്രന്റെ ആവശ്യം. ഒരു കുഴപ്പവുമില്ലാതെ ചുരം കയറുന്ന വയനാട്ടുകാർക്ക് മുന്നിൽ വോട്ടിനായി വട്ടം വെക്കുമ്പോൾ ബത്തേരിക്കാർക്കും ചിലത് പറയാനുണ്ട്. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. സുൽത്താൻസ് ബാറ്ററി എന്ന ഇംഗ്ലീഷ് പേരിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി എന്ന പേരുണ്ടായത് എന്നാണ് ചരിത്രം. ബാറ്ററി എന്ന ഇംഗ്ലീഷ് വാക്കിന് ആയുധപ്പുര എന്നൊരർത്ഥമുണ്ട്. അത്തരത്തിൽ ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുരയെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ് സുൽത്താൻസ് ബാറ്ററി. അത് സുൽത്താൻ ബത്തേരി എന്നായെന്നാണ് ചരിത്രം. ആ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കണമെന്നാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കുന്ന വർഗീയ കാർഡും കൊണ്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സുരേന്ദ്രൻ വരണ്ട എന്നാണ് ബത്തേരിക്കാരുടെ വികാരം. ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതിലുപരി വയനാട് നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഇവിടെയുള്ള വഴി ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി എത്ര കാലമായി ഞങ്ങൾ കച്ചവടക്കാരെല്ലാവരും ഇതുവരെ തുറന്നിട്ട്, അതൊക്കെയാണ് വലിയ പ്രശ്നം. ബത്തേരി തന്നെ വേറൊരു പേരിൽ വരാൻ ഇനിയിപ്പോൾ എങ്ങനെ ശരിയാകുക? നമുക്കിപ്പോൾ വേണ്ടേ, നമുക്കിവിടെ പിന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ളൊരു താല്പര്യമാണ് നമുക്കുള്ളത്. വേറെ താല്പര്യമൊന്നുമില്ല. എന്തായാലും സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് പ്രതികരണങ്ങൾ തേടുമ്പോഴൊക്കെ ബത്തേരിയിൽ കടുത്ത എതിർപ്പാണ് വരുന്നത്. ആളുകൾ പ്രധാനമായും പറയുന്നത് ബത്തേരിക്ക് ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ബത്തേരിക്കല്ല, വയനാട് മണ്ഡലത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമാണ് ഏറ്റവും രൂക്ഷമായ ഒരു വിഷയം വയനാട് മണ്ഡലത്തിൽ നിൽക്കുന്നത്. അതൊന്നും ഉന്നയിക്കാതെ ഈ പേരുമാറ്റം ഉന്നയിക്കുന്നത് അദ്ദേഹം ഒന്നുകിൽ കരുതിക്കൂട്ടി ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കൂടുതൽ ആളുകളിൽ നിന്നും വരുന്നത്. സുരേന്ദ്രൻ വയനാടിൻ്റെ പൾസ് മനസ്സിലാക്കാതാണ് സുരേന്ദ്രൻ ഇവിടെ സംസാരിക്കുന്നത്. ഒരു വർഗീയ കാർഡ് ഇറക്കി ഇവിടെ മത്സരിക്കാമെന്നൊരു വ്യാപകം മാത്രമേ ഉള്ളൂ. സുൽത്താൻ ബത്തേരിക്കാർക്ക് ഒരു സുൽത്താൻ ബത്തേരി എന്നൊരു പൾസുണ്ട്. അത് ഗണപതി വട്ടമാക്കി ഒരു വർഗീയ കാർഡ് ഇറക്കി ഇവിടെ ജയിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാ സ്ഥലത്തും ശ്രദ്ധ നേടിക്കുന്നത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് അത് സുൽത്താൻ ബത്തേരി തന്നെയാണ്. അത് ആര് തന്നെ തിരുത്താൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം. ആരാണോ ജനങ്ങളെ സഹായിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക, അതുള്ളൂ. അല്ലാതെ പേര് മാറ്റിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. BJPയുടെ ആഹ്വാനത്തിനൊന്നും ഇവിടെ വിട്ടുകൊടുക്കാൻ പറ്റൂല. ഇതാണ് ഈ ഗണപതി വട്ടം എന്ന പേരിനൊക്കെ ആധാരമായ ബത്തേരി നഗരഹൃദയത്തിലെ മഹാഗണപതി ക്ഷേത്രം. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ബോർഡിലടക്കം എഴുതിയിരിക്കുന്നത് മഹാഗണപതി ക്ഷേത്രം, ഗണപതി വട്ടം, ബത്തേരി PO എന്നാണ്. എന്തായാലും കെ സുരേന്ദ്രൻ്റെ ഈ വാദം വലിയ ചർച്ചയായിട്ടുണ്ട്. അത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം. ജോം TK-ക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. BJP സദാനന്ദൻ വയനാട്, ഒപ്പം കോൺഗ്രസ് വിനയൻ എന്നിവർ ചേരുന്നു. അത് വിനയനിലേക്കാണ്. വിനയൻ ദീർഘകാലമായി, ജനിച്ച കാലം മുതൽ വയനാട്ടുകാരനാണല്ലോ. ഈ ബത്തേരിയുടെ പേര് ഇങ്ങനെ ഒന്നുകൂടി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? സുൽത്താന്റെ ആയുധ ശേഖരം അഥവാ സുൽത്താൻസ് ബാറ്ററി എന്ന തരത്തിൽ ബ്രിട്ടീഷുകാരാണ് സുൽത്താൻ ബത്തേരിക്ക് ഇത്തരത്തിലൊരു പേരു നൽകിയത് എന്നാണ് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള ജനങ്ങൾ, അതോടൊപ്പം വയനാട്ടിലെ പ്രാക്തന ഗോത്ര വിഭാഗങ്ങളും പട്ടികവർഗ ജനവിഭാഗങ്ങളും പരസ്പര സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടി അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. അവിടെ ഏതു രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ സ്വന്തമായി ഒന്നുമില്ലാത്ത 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നും അതോടൊപ്പം 15 ലക്ഷം രാഷ്ട്രീയമാണ്. എന്റെ സിമ്പിളായ ചോദ്യമാണ്. ഇങ്ങനെ ഒരു ആവശ്യം കെ സുരേന്ദ്രന്റെ ഭാഗത്ത് കേൾക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന സംശയമാണ്. കേരളത്തിൽ എവിടെയുമുള്ള അല്ലെങ്കിൽ മറ്റിടങ്ങളിലുമുള്ള ആളുകൾക്ക്, വയനാടിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നൊരു സാധാരണ സംശയമാണ്. ബത്തേരിക്ക് ഇങ്ങനെ ഒരു പേരുണ്ടോ? അങ്ങനെ വിളിക്കാറുണ്ടോ? ആ പേരാണോ യഥാർത്ഥ പേര്? ഞാനതാണ് പറഞ്ഞു വരുന്നത്. അത്തരം ഒന്നും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ സാന്നിധ്യം ഇവിടെ അറിയിക്കാനുള്ള ഒരു എന്നതിനപ്പുറം ഈ പേരുമാറ്റത്തിന്റെ പ്രഖ്യാപനത്തെ കുറിച്ച് വയനാട്ടുകാർ ഞങ്ങൾ അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. വയനാട്ടിലെ ഗണപതി നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ ഗണപതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ബോർഡിൽ തന്നെ സുൽത്താൻ ബത്തേരി എന്ന പേര് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഗണപതി ക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശം എന്ന
ബത്തേരി എന്ന് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ സുൽത്താൻ ബത്തേരി എന്ന് തന്നെയാണ്, അല്ലാതെ മറിച്ച് ഒരു പേര് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കേവലം പേര് മാറ്റുക എന്നുള്ളതല്ല, വയനാടിന്റെ ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് പരമപ്രധാനം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് വയനാടിനെ പറ്റി വന്നുപോയി എന്നതല്ലാതെ, അവിടെ സുഹൃത്തുക്കളുണ്ട് എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ഇപ്പോൾ പഴവങ്ങാടി എന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം നഗരത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു ക്ഷേത്രമാണ്. സ്റ്റാച്ചു നഗരഹൃദയമാണ്. സെക്രട്ടറിയുടെ ഭരണസിരാ കേന്ദ്രമുള്ള സ്ഥലമാണ്. ബേക്കറി ജംഗ്ഷൻ അത് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പൂജപ്പുരയും വഴുതക്കാടും എല്ലാം ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സമീപകാലത്ത് വന്നതാണ് എന്ന് പറഞ്ഞ് മറ്റൊന്നിലേക്ക് മാറുക എന്നൊക്കെ പറയുന്ന വാദം അത് വല്ലാത്ത വാദമായി പോകുന്നു. ഇപ്പോൾ ബത്തേരിയുടെ പേരുമാറ്റം എന്ന ആവശ്യത്തിൽ ആ പേരുമാറ്റത്തിൽ കേവലമായി ഒതുങ്ങുന്നില്ലോ, അതിലൊരു വർഗീയ കാർഡ് കൂടിയില്ലേ? അതുകൂടി തുറന്നു പറയാൻ താങ്കൾക്ക് മടിയുണ്ടോ? ഒരു വർഗീയ കാർഡ് കൂടിയല്ലേ കെ സുരേന്ദ്രൻ ഇറക്കുന്നത്? ഞാൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷയും നരേന്ദ്രമോദിയും ഉത്തരേന്ത്യയിലെ ആയിരക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച പ്രചാരങ്ങളായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ മറ്റൊരു വിഭാഗീയതയുടെ സാധ്യതയാണ് സുൽത്താൻ ബത്തേരിക്ക് പേരുമാറ്റുക എന്നതിനപ്പുറം ഈ പ്രാവശ്യം അത്തരത്തിലൊരു സാധ്യതയാണ് ഈ പേരുമാറ്റം ഒരു ചർച്ചയാക്കി കൊണ്ടിരുന്നതിലൂടെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം തീർത്തും വർഗീയമായി, അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച്, യാതൊരു വിഭാഗീയതയില്ലാതെ പരസ്പര പൂരകങ്ങളായി അധിവസിക്കുന്ന വയനാട്ടിലെ സാമൂഹിക അന്തരീക്ഷം മതത്തിന്റെ പേരിൽ വിഭജിക്കുക എന്നതോടൊപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന പ്രദേശത്ത് ശ്രീ സദാനന്ദൻ വയനാട് കൂടി ബി ജെ പി നേതാവ് ശ്രീ സദാനന്ദൻ വയനാട്ടിൽ കാര്യമായ വോട്ടൊന്നുമില്ല, അവിടെ ഒരു ട്രംപ് കാർഡ് ഇറക്കാം, ഒരു വർഗീയ കാർഡ് ഇറക്കാം എന്ന ലക്ഷ്യമല്ലേ ബത്തേരിയുടെ പേരുമാറ്റത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വയനാട്ടിൽ വോട്ട് ഇല്ല എന്നൊന്നും പറയരുത്. വയനാട്ടിൽ വോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊരു വർഗീയ കാർഡായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം ഇതൊരു പുതുമയുള്ള വിഷയമല്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 1954 അന്നത്തെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള പ്രമോദ് മഹാജൻ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബത്തേരിയിൽ വന്നപ്പോൾ അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ബി ജെ പിയുടെ ഞങ്ങളുടെ കൂടെയുള്ള പല സംഘടനകളും ഇന്ന് അഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഗണപതി വട്ടം എന്ന് തന്നെയാണ്. അതാണ് മഹാഗണപതി ക്ഷേത്രത്തിൻ്റെയിലും നിങ്ങൾ ഗണപതി വട്ടം എന്ന് പറയാൻ കാരണം. ഇതൊരു വർഗീയ കാർഡായിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തിനെതിരായിട്ടൊന്നും ചിത്രീകരിക്കാൻ ആരും ശ്രമിക്കണ്ട. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോ ഇതിവിടെ ബി ജെ പി NDAയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വേട്ടയാടാനുള്ള ഒരു കുൽസിത ശ്രമം അതിനകത്ത് നടക്കുന്നുണ്ട്. ആ വാദമൊക്കെ എത്രത്തോളം നിലനിൽക്കും, അല്ലെങ്കിൽ ആളുകൾ എത്രത്തോളം ബിജെപിയുടെ തേരോട്ടം വലിയ തോതിൽ കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതിനെതിരായ വേട്ടയെന്നൊക്കെയുള്ള വാദം എത്രത്തോളം നിലനിൽക്കും? ഇതുവരെയും കേട്ടുകേൾവില്ലാത്ത ഒന്ന്. ഇപ്പോൾ താങ്കൾ പറയുന്ന 1984 പ്രമോദ് മഹാജൻ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന്. 94, 2004, 2014, 2024 10-40 കൊല്ലം കടന്നുപോയി. കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം അങ്ങനെ കേട്ടുകേൾവിയുള്ളതായി കേട്ടില്ല. ഇനി അങ്ങനെ ജനുവിനായ ഒരു ആവശ്യമുണ്ട് എങ്കിൽ, അതാണ് ശരിയെങ്കിൽ, അത് ഉന്നയിക്കേണ്ട ഈ തിരഞ്ഞെടുപ്പിന്റെ പീക്കിലാണോ? അവിടെയാണ് ഈ വർഗീയ കാർഡ് ഇറക്കുന്നു എന്ന സംശയം വരുന്നത്. പല തവണ ഞങ്ങൾ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല സംഘടനകളും ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന അഡ്രസ്സ് ഗണപതി വട്ടം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു എന്നുള്ളതിൽ പുതുമയാണ് നിങ്ങൾക്ക് ചിത്രീകരിക്കുന്നത്. ഞങ്ങളൊരു മതന്യൂനപക്ഷത്തിനെതിരായി ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒരു മതത്തിനും ബി ജെ പി എതിരല്ല, ഒരു മതസംഘടനകൾക്കും ബി ജെ പി എതിരല്ല. അതിൽ ആശങ്കപ്പെടേണ്ട. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനമാണ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞു നേരത്തെ. വികസനം ചർച്ച ചെയ്യപ്പെടണം, അത് പെടാതിരിക്കാനാണ് ഇവിടെയുള്ള ഈ ശ്രമം എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. കാരണം വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് പിന്നെ ഈ അനവസരത്തിൽ? കാണുന്ന ഒരാളെ സംബന്ധിച്ചാണ് കേട്ടോ ഈ അനവസരത്തിൽ എന്ന വാക്കിന്റെ പ്രയോഗം. അനവസരത്തിൽ കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ട സാഹചര്യം എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ? സാധാരണ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെയല്ലല്ലോ പ്രതികരിക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനവസരത്തിൽ ഒന്നും പറയരുത്. അദ്ദേഹം അവിടെയുള്ള പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അനവസരത്തിൽ എന്ന് അദ്ദേഹത്തിന് തീരെ ബോധമില്ലാത്ത ആളൊന്നല്ല. അദ്ദേഹം ഇവിടെ പ്രവർത്തനമുള്ള കാലം മുതൽക്ക് അത് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം തന്നെയാണ്.
അത് ആ വിഷയം ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമാണ്. കാരണം ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഒന്ന്, ഞങ്ങൾ എല്ലാ ചരിത്ര പുരുഷന്മാരെയും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരെയൊക്കെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗീകരിക്കുന്ന ആളല്ല. അനേകായിരം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും മതപരിവർത്തനം നടത്തുകയും അനേകം ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു എന്ന ഭരണാധികാരി. അതുകൊണ്ട് അങ്ങ് പറയുന്നതിൽ ഞാനൊന്ന് ഇടപെടുകയാണ്, അങ്ങ് തുടർന്നുള്ളൂ. പക്ഷേ ഏത് ഭരണാധികാരിയെ കുറിച്ചാണ് ദീർഘകാലമായ നമ്മുടെ നൂറ്റാണ്ടിന്റെ ചരിത്രമെടുത്താൽ, നൂറ്റാണ്ടുകളുടെ ചരിത്രമെടുത്താൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? തിരുവിതാംകൂർ രാജകുടുംബത്തോട് വലിയ വിയോജിപ്പില്ലേ? വേണാട്ട് രാജാക്കന്മാരെ കുറിച്ച് വലിയ വിയോജിപ്പില്ലേ? സാമൂതിരിമാരെ കുറിച്ച് വലിയ വിയോജിപ്പില്ലേ? കുഞ്ഞാലിമരക്കാരെ പിടിച്ചുകൊടുത്ത പോലും ഇങ്ങനെ എന്തൊക്കെയുണ്ട്. അങ്ങനെ യോജിപ്പും വിയോജിപ്പും എന്നത് അതൊക്കെ ഓരോരുത്തർ കാഴ്ചപ്പാടിന്റെ ഭാഗമല്ലേ? ടിപ്പുവിനെ പറ്റി യോജിപ്പും വിയോജിപ്പുമുള്ള ആളുകൾ ഉണ്ടാകാം. ബ്രിട്ടീഷുകാരെ പറ്റി യോജിപ്പും വിയോജിപ്പുമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ അധിനിവേശ കാര്യങ്ങളിൽ ഈ അധിനിവേശ കാര്യങ്ങളിൽ രണ്ട് പക്ഷം സ്വാഭാവികമാണ്. അവിടെ ടിപ്പു സുൽത്താൻ എന്ന പേര് വരുമ്പോൾ, ടിപ്പുവിന്റെ പേര് വരുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മാറ്റണം. മറ്റൊന്നാണെങ്കിൽ അങ്ങനെയല്ല. അതിനെയാണ് വർഗീയക്കാടെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഞങ്ങളിവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ രാജാക്കന്മാരൊക്കെ രാജദ്രോഹ നടപടി ചെയ്തവരാണോ? ഇവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആൾക്കാരാണോ? ആണോ? അവര് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചവരാണോ? മനസ്സിലായിട്ടുണ്ടാകുന്നു. രാജഭരണത്തിനെ അനുകൂലിച്ചവരും ഇവിടെ കൊടികുത്തിവാണ കാലത്തും അതിനെ അംഗീകരിച്ചവരും എതിർത്തവരും ഉണ്ടായിരുന്നു. ഇവിടെ പല മുന്നേറ്റങ്ങളും പടയോട്ടങ്ങളും തകർക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിലത് നല്ലത്, ചിലത് മോശം, ചിലർ നല്ലത്, ചിലത് മോശം. നിങ്ങൾ കൊണ്ടുവരുന്നത് അതൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. ഞങ്ങൾ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുകയും മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ബത്തേരിയിലുള്ള ജൈന ക്ഷേത്രമാണ്. ആ ജൈന ക്ഷേത്രത്തെ തകർത്തിട്ടാണ് അവിടെ അദ്ദേഹത്തിന്റെ ആയുധപ്പുരയാക്കി മാറ്റിയിട്ടുള്ളത് ചരിത്രമാണ്. ആ ചരിത്രം നിങ്ങൾ മലബാർ മാനുവൽ വായിച്ചു നോക്കൂ. ആ ചരിത്രത്തിനെ നിഷേധിക്കരുത് നിങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം ആക്രമിച്ചതാണ് ഇത്, ആക്രമിച്ച് നശിപ്പിച്ചതാണ് അനേക ക്ഷേത്രങ്ങൾ. അനേകായിരം ഹിന്ദുക്കളെ അദ്ദേഹം കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അനേകം മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റു രാജാക്കന്മാരെയോ പോലെയൊന്നും ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ പേരിൽ നാമധേയത്തിൽ ഞങ്ങൾക്ക് അത് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വന്നു. ഇതൊന്നും അറിയാതെ പറഞ്ഞതല്ല. അദ്ദേഹം മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹം മറ്റു പല രാജാക്കന്മാരെയും ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് അങ്ങ് കൃത്യമായി വന്നത്. വിനയൻ, ഇവിടെയാണ് ഇഷ്യൂ, ഇവിടെയാണ് പ്രശ്നം. ആദ്യം ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഇവിടെയാണ്. പല കാര്യത്തിലും ചരിത്രത്തിൽ പല ആളുകൾക്കും പല വിഭാഗങ്ങൾക്കും വലിയ വിയോജിപ്പും യോജിപ്പും ഒക്കെ ഉണ്ടാകാം. പക്ഷേ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അതിനൊരു വർഗീയക്കാടെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. നിങ്ങൾ അതിന് ധൈര്യം കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ വർഗീയക്കാട് ഇറക്കുന്നത് അവർക്ക് ഗുണം ചെയ്യും എന്നവർ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ശ്രീ വിനയൻ? അതായത് BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സദാനന്ദൻ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചരിത്രവും ഒരു പുനർവായനയ്ക്ക്, ഒരിക്കൽ കൂടി ഒരു വായനയ്ക്ക് വിധേയമാക്കണം എന്ന് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ ജൈനക്ഷേത്രം തകർത്താണ് എന്ന് പറയുന്ന വാദം സുൽത്താൻ ബത്തേരിയിൽ താമസിക്കുന്ന ഇന്നും ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യമാണ്. ആ ക്ഷേത്രം അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുകയാണ്. അവിടെ ബ്രിട്ടീഷുമായുള്ള യുദ്ധമുഖത്ത് തന്റെ ആയുധങ്ങൾ സംഭരിച്ചു വെക്കാൻ, ശേഖരിച്ചു വെക്കാനുള്ള ഒരു ഇടം എന്ന നിലയിലാണ് ടിപ്പു അതിനെ കണ്ടിരുന്നത്. ടിപ്പുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇപ്പോ സംസാരിക്കുന്ന സദാനന്ദന്റെ പാർട്ടി അടക്കം ബ്രിട്ടന് മുന്നിൽ മാപ്പപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ തന്റെ അവസാന ശ്വാസം വരെ സധൈര്യം നിന്ന് പോരാടിയ ഒരു ചരിത്രമാണ് ടിപ്പു സുൽത്താൻ ഉള്ളത്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ആളുകളെ, തങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചരിത്രം ആ രീതിയിൽ പുനരാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് BJP കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിൽ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ ഘട്ടത്തിൽ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലൊരു പ്രസ്താവന ഇത് ആസൂത്രിതം തന്നെയാണ്. ഇത് ഒരു വർഗീയ
കാർഡ് ഇറക്കി, മറ്റൊന്നും തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടാനില്ലാത്ത ഒരു ഘട്ടത്തിൽ വർഗീയ കാർഡ് ഇറക്കി ഈ നാട്ടിൽ കലുഷിതമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആസൂത്രിതമാണ്. ഇത് ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ഇലക്ഷന് BJP പേടിക്കുന്നു എന്നുള്ളതും, പുതിയതായി പുറത്തു വരുന്ന പലവിധ വാർത്തകൾ BJPക്ക് ഹിതകരമല്ലാത്ത ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞ കോൺഗ്രസിന്റെ പ്രകടന പത്രിക, മുസ്ലിം ലീഗിന്റെ വേണ്ടി ഇറക്കിയ പ്രകടന പത്രിക കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കർണാടകയിൽ നടത്തിയ ഒരു റാലിയിൽ പറയുന്നു, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ലക്ഷറി തൊയ്ബയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ്. അപ്പൊ ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കി ന്യൂനപക്ഷ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്നുള്ളതിന്റെ ഒരു ശ്രമം മാത്രമാണ്. സുൽത്താൻ ബത്തേരിയാണെന്നും സുൽത്താൻ ബത്തേരിയുടെ മഹിമയെക്കുറിച്ചും വയനാട്ടിലുള്ള ശബ്ദത്തിൽ എന്തോ ഒരു തടസ്സമുണ്ട്. ശ്രീ സദാനന്ദൻ, അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കണ്ടന്റ് അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ വിമർശനത്തിന്റെ കണ്ടന്റും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളായ ചോദ്യമാണ്. ഇപ്പോൾ ലീഗിന്റെ കൊടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഉയർത്തിയപ്പോൾ അതിനെ മോശമായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രചരണമുണ്ടായിരുന്നു. ഇത്തവണ കൊടികൾ ഒഴിവാക്കേണ്ട നിർബന്ധ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറി, ലീഗ് മാറി, അവിടെ ബലൂണുകളാണ് പറത്തിയത്. അതിനെയും വിമർശിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, രാജ്യവിഭജന കാലത്ത് ഇന്ത്യയിൽ ഉള്ള ലീഗ് എടുത്ത നിലപാട് എന്താണ് എന്ന്, ഇത്രത്തോളം മതേതരമായ നിലപാടെടുത്താണ് അവർ ഇവിടെ നിന്നതെന്നും അതിനെ എതിർത്ത തീവ്ര വിഭാഗം ഏത് നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ അറിയാം. പക്ഷേ യാഥാർത്ഥ്യവും ചരിത്രവും ഒക്കെ എങ്ങനെയായിരിക്കുമെങ്കിലും ഈ ധ്രുവീകരണത്തിനുള്ള ഒരു വല്ലാത്ത ശ്രമം നടക്കുന്നുള്ള ഒരു ഫീൽ വയനാട്ടിലുണ്ട്. അത് നേരത്തെയും ഉണ്ടായിരുന്നു. അത് നടന്നോട്ടെ, ദേശീയതലത്തിലെ രാഷ്ട്രീയത്തിന് പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. പക്ഷേ പുതിയ ഒന്ന്, ആ നാട്ടിൽ കുടിയേറ്റക്കാരടക്കം ഇങ്ങനെ വളരെ സമാധാനത്തിൽ ശാന്തമായി കഴിയുന്നിടത്ത് ബത്തേരിയുടെ പേര് മാറ്റം, അതിലിങ്ങനെ മതപരിവർത്തനം നടത്തിയ ഒരു പടയോട്ടക്കാരൻ്റെ പേരായിരുന്നു അതെന്നൊക്കെ പറയുന്നത് വല്ലാത്ത കടന്നുകൈയായി പോവില്ലേ? അവിടുത്തെ സമാധാനത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി പോവില്ലേ? എന്റെ സുഹൃത്ത് വിനയൻ പറഞ്ഞത്, ഈ ഗണപതി വട്ടം എന്ന പേര് ഗണപതി ക്ഷേത്രത്തിന്റെ ബോർഡിലുണ്ട്. എന്തേ മിസ്റ്റർ വിനയൻ നിങ്ങൾ ഇതുവരെ അതിനെയൊന്നും എതിർക്കാതിരുന്നത്? ഇതൊക്കെ എലക്ഷൻ സമയത്ത് പറയുന്നതാണ് വരുത്തി തീർത്ത് നിങ്ങൾക്ക് കുറെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമുള്ളൂ. അത് നിങ്ങൾ ആവശ്യത്തിലധികം നിങ്ങളത് ഉപയോഗിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി അത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അമിത്ഷായും നരേന്ദ്രമോദിയും അതല്ല ഉത്തരവാദി. നിങ്ങൾ ആദ്യമേ പറഞ്ഞൊരു വാക്ക് അതാണ്. അങ്ങനെയൊന്നല്ല. നിങ്ങളിപ്പോ കൊടി ഉപേക്ഷിക്കേണ്ടി വന്നത് നിങ്ങളെ ഗതികേട് എന്നേ പറയാൻ സാധിക്കുള്ളൂ. ലീഗിന് അടിയറ വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്. അവർക്ക് അടിമപ്പെട്ടു പോയി എന്നതാണ് അതിന്റെ അർത്ഥമുള്ളൂ. അതിൽ വേറെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുരാജാക്കന്മാരെ, ഈ അക്രമം ചെയ്തവരെ അംഗീകരിക്കുന്ന സ്വഭാവമില്ല. ഈ നാടിനെതിരായിട്ട് പ്രവർത്തിച്ചവരെയാണ് നമ്മളെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഞങ്ങൾ പറയും. അതിനെന്താ തർക്കം? അത് ഞങ്ങളെ പ്രഖ്യാപിത നയമാണ്. അതിലൊന്നും നിങ്ങളതിൽ വർഗീയ പക്ഷമൊന്നും കാണണ്ട. ഒരു മുസ്ലിമിനും ഇവിടെ ഒരു നാമധേയം മാറ്റുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാനും പോകുന്നില്ല. ഉണ്ടാവണം ഞങ്ങൾ ആവശ്യമോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം, ഒറ്റ കാര്യം പറയട്ടെ. വികസനം ചർച്ച ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. ഈ നാട്ടിൽ വികസനം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ 5 വർഷം MP ആയിരുന്ന രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വികസനമാണ് എന്റെ സുഹൃത്ത് പറയേണ്ടത്. ഇടതുപക്ഷം പറയേണ്ടത് അവരുടെ ഭരണകാലത്ത് ഇവിടെ നടന്നിട്ടുള്ള വികസനമാണ്. അത് അവർക്കും പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതല്ല വികസനം, ഇത് അതിന്റെ ഭാഗമല്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു വികസനവും കഴിഞ്ഞ 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കാത്ത 2 മുന്നണികളാണ് ഇവിടെ ഭരിക്കുന്നത്. 2 മുന്നണികളല്ല ഇലക്ഷൻ മത്സരിക്കുന്നത്, ഒരു മുന്നണി എന്ന് പറയാം. പക്ഷെ ഇവർക്ക് വന്യജീവി പ്രശ്നം അടക്കമുണ്ടല്ലോ, അവിടെ ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ ഉണ്ട്. അവിടെ ജനപ്രതിനിധി രാഹുൽ ഗാന്ധിക്കുമുണ്ട്. എന്താണെന്ന് അവിടുത്തെ ജനം ചിന്തിക്കട്ടെ.